ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന പാഠഭാഗത്തിലെ 2019 SSLC എക്സാമിന് വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeters, മാർക്ക് എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് 6 centimeters ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ, ഡ്രോ ടാൻജൻസ് ഫ്രം P ടു ദ സർക്കിൾ. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു P അടയാളപ്പെടുത്തുക. P യിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. ആദ്യം തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 centimeter. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കാം. അതിനായി കോമ്പസിൽ 3 സെന്റിമീറ്റർ അളന്നതിന് ശേഷം കോമ്പസ് ഉപയോഗിച്ച് നമുക്കൊരു സർക്കിൾ അഥവാ വൃത്തം വരയ്ക്കാം. ഇതാണ് സർക്കിളിന്റെ സെന്റർ അഥവാ കേന്ദ്രം. ഈ പോയിന്റിനെ നമുക്ക് O എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാർക്ക് എ പോയിന്റ് P അറ്റ് എ ഡിസ്റ്റൻസ് 6 centimeters ഫ്രം ദ സെന്റർ ഓഫ് ദ സർക്കിൾ. വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു P അടയാളപ്പെടുത്തുക. അപ്പൊ ഓയിൽ നിന്ന് നമുക്ക് 6 സെന്റിമീറ്റർ സ്കെയിൽ കൊണ്ട് അളന്നതിന് ശേഷം P എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തണം. ഇനി ഓയിൽ നിന്ന് Pയിലേക്ക് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. ഇവിടെ ഓയിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് അഥവാ ദൂരം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഓയിൽ നിന്ന് Pയിലേക്കുള്ള ഈ സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് കറക്റ്റ് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനായിട്ട് 6 സെന്റിമീറ്റർ ഉള്ള ലൈനിനെ എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക? 6 ഹരിക്കണം 2 എത്ര വരും? 3 സെന്റിമീറ്റർ. അതായത് OP എന്ന ലൈനിലെ 3 സെന്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതിനായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് O മുതൽ P വരെയുള്ള 3 സെന്റിമീറ്റർ എവിടെയാണ് വരിക? ഇവിടെയാണ് വരിക. അതായത് OP എന്ന ലൈനിനെ നമ്മൾ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആ പോയിന്റ്. ഇനി ഈ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം 3 സെന്റിമീറ്റർ ആണല്ലോ ഇതിന്റെ പകുതിയായിട്ട് വന്നത്. ഈ 3 സെന്റിമീറ്റർ ആരത്തിൽ അഥവാ റേഡിയസിൽ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കണം. ഈ സർക്കിൾസ് രണ്ടും ടച്ച് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റ്സുകളാണ് നമ്മൾ Pയിൽ നിന്നും വരയ്ക്കാൻ പോകുന്ന തൊടുവരകൾ അഥവാ ടാൻജൻസ്. ഈ സർക്കിൾ അഥവാ വൃത്തത്തിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ Pയിൽ നിന്നും ഈ പോയിന്റുകളിലേക്ക് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. ഈ പോയിന്റ്സിനെ നമുക്ക് QR എന്ന് പേരിടുകയാണെങ്കിൽ PQവും PRുമാണ് നമ്മുടെ ഈ സർക്കിൾ അഥവാ വൃത്തത്തിലേക്കുള്ള രണ്ട് ടാൻജൻസ്. രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ കോഡ് BC is extended to P, tangent from P to the circle is PA, AQ is the bisector of angle BAC. Write one pair of equal angles from the figure. If angle PAC equal to X and angle PCA equal to Y, prove that angle BAC equal to Y minus X. Prove that angle PAQ equal to Y plus X by 2. ചിത്രത്തിൽ BC എന്ന ഞാൻ Pയിലേക്ക് നീട്ടിയിരിക്കുന്നു. PA തൊടുവരയാണ്. കോൺ BACയുടെ സമഭാജിയാണ് AQ. ചിത്രത്തിലെ ഒരു ജോഡി തുല്യ കോണുകൾ എഴുതുക. കോൺ PAC ഈക്വൽ ടു X, കോൺ PCA ഈക്വൽ ടു Y എന്നെടുത്താൽ കോൺ BAC Y മൈനസ് X എന്ന് തെളിയിക്കുക. കോൺ PAQ Y പ്ലസ് X ബൈ 2 എന്ന് തെളിയിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് BC എന്നൊരു കോഡ് തന്നിട്ടുണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് P എന്ന പോയിന്റിലേക്ക് PA എന്നൊരു ടാൻജന്റ് അഥവാ തൊടുവരയും സർക്കിളിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? റൈറ്റ് വൺ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ് ഫ്രം ദ ഫിഗർ. ഈ ഫിഗറിൽ നിന്നും രണ്ട് ഈക്വൽ ആംഗിൾസുകൾ തിരഞ്ഞെടുക്കണം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് AQ ഇസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ BAC. കോൺ BACയുടെ ബൈസെക്ടർ അഥവാ സമഭാജിയാണ് AQ. അതായത് കോൺ BACയെ കറക്റ്റ് നടുവിലൂടെ മുറിക്കുന്ന ഒരു ലൈനാണ് AQ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമുക്ക് എന്ത് പറയാം? ആംഗിൾ BAQവും അതുപോലെ തന്നെ ആംഗിൾ QACയും തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ തുല്യമായിട്ടുള്ള ജോഡികളായിട്ട് അതാണ് എഴുതുന്നത്. ആംഗിൾ BAQ ഈക്വൽ ടു ആംഗിൾ QAC. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഫ് ആംഗിൾ PAC ഈക്വൽ ടു X. PAC എന്ന കോണ് X ആണ്. PCA എന്ന കോണ് Y ആണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ BAC എന്നത് Y മൈനസ് X ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് BAC എന്ന ആംഗിൾ? BAC. അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ട്രയാങ്കിൾ BAP എടുത്തു കഴിഞ്ഞാൽ ഇതിലെ A എന്ന ആംഗിൾ ആണ് ഇത്.
അപ്പൊ നമുക്ക് ആംഗിൾ ബി എ സി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആംഗിൾ എയിൽ നിന്നും ആംഗിൾ പി എ സി കുറച്ചാൽ മതി, അതായത് എക്സ് കുറച്ചാൽ മതി. അതായത് ആംഗിൾ ബി എ സി കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ എയിൽ നിന്നും, ഇതാണ് നമ്മുടെ ആംഗിൾ എ എന്ന് പറയുന്നത്, ആംഗിൾ എയിൽ നിന്നും എക്സ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് ആംഗിൾ എ കണ്ടുപിടിക്കണം. ആംഗിൾ എ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ ബി എ സി വൈ മൈനസ് എക്സ് ആണെന്ന് തെളിയിക്കാം. ആംഗിൾ എ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ബി എ പി എന്ന ട്രയാങ്കിൾ എടുക്കുകയാണ്. ട്രയാങ്കിൾ എ ബി പി. ഇനി നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ എ ബി പി എന്ന ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ 3 ആംഗിൾസ്, ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ പി, ഇവ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ആംഗിൾ എ നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ആംഗിൾ എ അതുപോലെ തന്നെ എഴുതുന്നു. പ്ലസ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ബി ആണ്. ആംഗിൾ ബി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ നമ്മൾ ഈ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ടാൻജന്റ് ആണ്, ഇതൊരു കോഡാണ്. അഥവാ ഈ ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? x/2 ഡിഗ്രിയാണ്. ഇനി ഇതേ കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എത്രയാണ്? അതും x/2 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിളും അതേപോലെ ആ കോഡിൽ നിന്ന് വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും തുല്യമായിരിക്കും. ഇവിടെ പി എ എന്നത് ഇതുപോലെ ഒരു ടാൻജന്റ് അഥവാ തൊടുവരയാണ്. എ സി എന്നത് ഒരു കോഡ് അഥവാ ഞാണാണ്. പി എ എന്ന ടാൻജന്റും എ സി എന്ന കോഡും തമ്മിലുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ എ സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിളും എത്ര തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പൊ എ സി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി. അത് എത്രയാണ്? എക്സ് ആണ്. അപ്പൊ നമുക്ക് ആംഗിൾ ബി എക്സ് ആയിട്ട് എഴുതാം. ഇവിടെ നമ്മളോട് തുല്യ കോണുകളുള്ള ജോഡി എഴുതാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് നമ്മൾ ബി എ ക്യു അതുപോലെ തന്നെ ക്യു എ സി എന്ന 2 ആംഗിൾസ് ആണ് എഴുതിയിരുന്നത്. അവിടെ നമുക്ക് പി എ സി എന്ന ആംഗിളും അതേപോലെ എ ബി സി എന്ന ആംഗിളും എഴുതാമായിരുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ പി ആണ്, അതായത് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എ സി പി എന്ന ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 2 കോണുകൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എങ്ങനെ കണ്ടുപിടിക്കാം? 180 ഡിഗ്രിയിൽ നിന്നും എക്സും വൈയും കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ പി കിട്ടും. അപ്പൊ നമ്മൾ അതിവിടെ എഴുതി 180 മൈനസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ കണ്ടുപിടിച്ചൂടെ? ആംഗിൾ എ മാത്രം ഇക്വേഷന്റെ ഈ സൈഡിൽ വെച്ച് ബാക്കിയെല്ലാം ഇക്വേഷന്റെ എതിർവശത്തേക്ക് കൊണ്ടുപോകും. ഇക്വേഷന്റെ എതിർവശത്ത് ഓൾറെഡി ഉള്ളതാണ് 180 ഡിഗ്രി. പ്ലസ് എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് എക്സ്, പ്ലസ് 180 ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് 180, മൈനസ് എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് എക്സ്, മൈനസ് വൈ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് വൈ. ഇനി 180 മൈനസ് 180 സീറോ ആണ്, മൈനസ് എക്സ് പ്ലസ് എക്സ് സീറോ ആണ്, ബാക്കി വരുന്നത് വൈ. അതായത് ആംഗിൾ എ എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബി എ സി എന്നത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ, ആംഗിൾ എ മൈനസ് എക്സ് ആണ്. ആംഗിൾ എ നമ്മൾ കണ്ടുപിടിച്ചു വൈ മൈനസ് എക്സ്, ഹെൻസ് പ്രൂവ്ഡ്. ഇനി മൂന്നാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ആംഗിൾ പി എ ക്യു ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ബൈ ടു. പി എ ക്യു അതായത് ഈ ആംഗിൾ വൈ പ്ലസ് എക്സ് ബൈ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നേരത്തെ പോലെ തന്നെ ആംഗിൾ പി എ ക്യു എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ആംഗിൾ പി എ ക്യു എന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ മുഴുവൻ ആംഗിളിൽ നിന്നും ആംഗിൾ ബി എ ക്യു കുറച്ചതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എയിൽ നിന്നും ആംഗിൾ ബി എ ക്യു കുറച്ചതാണ് ആംഗിൾ പി എ ക്യു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആംഗിൾ എ എന്നത് നമുക്ക് എത്രയാണെന്ന് അറിയാം, നമ്മൾ കണ്ടുപിടിച്ചതാണ് വൈ ആണ്. ഇനി ആംഗിൾ ബി എ ക്യു കണ്ടുപിടിക്കണം. ആംഗിൾ ബി എ ക്യു കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ട് ആംഗിൾ ബി എ ക്യുവും ആംഗിൾ ക്യു എ സിയും തുല്യമാണ്. കാരണം എന്താണ്? എ ക്യു എന്നൊരു ബൈസെക്ടർ ഇവയെ ഈക്വൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ആംഗിളും തുല്യമാണ്. ഇതിലെ ആംഗിൾ ബി എ സി അതായത് ഈ മുഴുവൻ ആംഗിൾ എത്രയാണ്? വൈ മൈനസ് എക്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ബി എ ക്യു എന്ന ഈ ആംഗിൾ മാത്രം എന്ത് വരും? വൈ മൈനസ് എക്സിന്റെ പകുതി. കാരണം ഈ 2 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ ഈ 2 ആംഗിൾസും വൈ മൈനസ് എക്സ് ബൈ ടു, വൈ മൈനസ് എക്സ് ബൈ ടു എന്നാണ് വരിക. അപ്പോൾ ബി എ ക്യു എന്ന ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താണ്? വൈ മൈനസ് എക്സ് ബൈ ടു. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. വൈ ഇൻറ്റു ടു എന്ത് വരും? 2y.
മൈനസ് y മൈനസ് എക്സ് ഇൻറ്റു 1 എന്ത് വരും? y മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2y മൈനസ് y, ഈ മൈനസ് മൈനസ് എന്താവും? പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2y നിന്ന് ഒരു y പോയി കഴിഞ്ഞാൽ y പ്ലസ് എക്സ് ബൈ 2. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ പി എ ക്യു ഈക്വൽ ടു y പ്ലസ് എക്സ് ബൈ 2. മൂന്നാമത്തെ ചോദ്യം, സർക്കിൾ വിത്ത് സെന്റർ ഓർ ടച്ചസ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ അറ്റ് പി ക്യു ആൻഡ് ആർ. എ ബി ഈക്വൽ ടു എ സി, എ ക്യു ഈക്വൽ ടു 4 സെന്റിമീറ്റേഴ്സ് ആൻഡ് സി ക്യു ഈക്വൽ ടു 6 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി പി? ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഓ കേന്ദ്രമായ വൃത്തം ത്രികോണത്തിന്റെ വശങ്ങളെ പി ക്യു ആർ എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. എ ബി ഈക്വൽ ടു എ സി, എ ക്യു ഈക്വൽ ടു 4 സെന്റിമീറ്റർ, സി ക്യു ഈക്വൽ ടു 6 സെന്റിമീറ്റർ. സി പിയുടെ നീളം എന്താണ്? ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും കണക്കാക്കുക. വൃത്തത്തിന്റെ ആരം എത്രയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? എ ബി ഈക്വൽ ടു എ സി ആണ്. എ ബി എ സി എന്നീ രണ്ട് ടാൻജൻസ് അഥവാ തൊടുവരകൾ തുല്യമാണ്. എ ക്യു 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ സി ക്യു 6 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ മൂന്നാമത് പഠിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. പി എന്നൊരു പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വന്നിട്ടുണ്ട്, പി എ പി ബി. ഇവയുടെ നീളം തുല്യമായിരിക്കും, അതായത് പി എ ഈക്വൽ ടു പി ബി ആയിരിക്കും. അതുപോലെ ഇവിടെ എ എന്ന പോയിന്റിൽ നിന്നും ഈ സർക്കിളിലേക്ക് രണ്ട് തൊടുവരകൾ വന്നിട്ടുണ്ട്, എ ആർ എ ക്യു. അപ്പൊ ഇവയുടെ നീളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ എ ക്യു 4 സെന്റിമീറ്റർ ആണെങ്കിൽ എ ആറും എത്രയാണ്? 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ സി എന്ന പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് രണ്ട് ടാൻജൻസ് വന്നിട്ടുണ്ട്, സി ക്യു സി പി. സി ക്യു 6 സെന്റിമീറ്റർ ആണെങ്കിൽ സി പിയും എത്രയായിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. അതാണ് ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി പി? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സി ക്യു 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സി പി ഈക്വൽ ടു സി ക്യു ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്. അപ്പോ ലെങ്ത് ഓഫ് സി പി അഥവാ സി പിയുടെ നീളം എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്റർ അഥവാ ചുറ്റളവും ഏരിയ അഥവാ പരപ്പളവും കണ്ടുപിടിക്കണം. ചുറ്റളവ് അഥവാ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പെരിമീറ്റർ ഈക്വൽ ടു 3 സൈഡും കൂട്ടിയത്, അതായത് എ ബി സി എന്ന ട്രയാങ്കിളിന്റെ എ ബി പ്ലസ് എ സി പ്ലസ് ബി സി 3 സൈഡും കൂട്ടിയതിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എ സി എന്ന സൈഡ് 4ഉം 6ഉം കൂട്ടിയാൽ 10 ആണ്. ഇനി എ ബി എന്ന സൈഡ് കിട്ടണമെങ്കിൽ നമുക്ക് ബി ആറും ബി പിയും കിട്ടണം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്, എ ബി എ സിയും ഈക്വൽ ആണ്. അപ്പോൾ എ സി എന്നത് 4 + 6 10 സെന്റിമീറ്റർ ആണ്. അതായത് എ ബിയും എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. അതിലെ 4 സെന്റിമീറ്റർ എ ആർ ആണെങ്കിൽ ബി ആർ എത്രയായിരിക്കും? ബാക്കി 6 സെന്റിമീറ്റർ. ഇനി ബി എന്ന പോയിന്റിൽ നിന്നും വന്ന ടാൻജൻസ് ആണ് ബി ആറും ബി പിയും. അപ്പോൾ ബി ആർ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ബി പിയും എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി സിയുടെ ചുറ്റുമുള്ള അളവുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈസി ആയിട്ട് പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? ആദ്യം എ ബി എന്നത് 6 + 4 10 സെന്റിമീറ്റർ. ഇനി എ സിയും 6 + 4 10 സെന്റിമീറ്റർ. ബി സി 6 + 6 12 സെന്റിമീറ്റർ. 10 + 10 20, 20 + 12 32 സെന്റിമീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഏരിയ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് ബി സി ആണ് എടുക്കേണ്ടത്. ഹൈറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്നും പിയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ എ പി എന്ന ലൈനിന്റെ നീളമാണ് ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഇപ്പൊ എ പി സി എന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ ഒരു മട്ട ത്രികോണമാണ്. അപ്പൊ നമുക്ക് യൂസിങ് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എ പിയുടെ സൈഡ് കണ്ടുപിടിക്കാലോ. പൈതഗോറസ് തിയറം പ്രകാരം എങ്ങനെയാണ്? ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ, ഇവിടെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്നത് എ സി ആണ്. അതായത് എ സി ആണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണത്തിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം. അപ്പൊ എ സി സ്ക്വയർ ഈക്വൽ ടു പി സി സ്ക്വയർ പ്ലസ് എ പി സ്ക്വയർ. ഇങ്ങനെയാണ് പൈതഗോറസ് തിയറം പ്രകാരം നമ്മൾ എഴുതും.
ഓക്കെ, ഇവിടെ എ സി സ്ക്വയർ എന്ന് പറയുന്നത് 10ന്റെ സ്ക്വയർ ആണ്. ഈക്വൽ ടു പി സി സ്ക്വയർ എന്നത് 6ന്റെ സ്ക്വയർ ആണ്. എ പി സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore നമുക്ക് എ പി എങ്ങനെ കണ്ടുപിടിക്കാം? എ പി ഈക്വൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഈക്വൽ ടു 10ന്റെ സ്ക്വയർ എത്രയാ? 100 മൈനസ് 6ന്റെ സ്ക്വയർ 36. ഇനി 100ൽ നിന്ന് 36 പോയി കഴിഞ്ഞാൽ എത്രയാണ്? റൂട്ട് 64 ഈക്വൽ ടു എത്രയാണ്? 8. അതായത് എ പി എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് ബി സി ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് എ പി ആണ്, ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സിയുടെ നീളം എത്രയാ? 6 12 ആണ്, ഇൻറ്റു എ പി നമ്മൾ കണ്ടുപിടിച്ചു 8 ആണ്, ഈക്വൽ ടു 12ന്റെ പകുതി എത്രയാ? 6 ഇൻറ്റു 8 എത്രയാണ്? 48 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഏരിയ. അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? വൃത്തത്തിന്റെ ആരം എത്രയാണ്? ഇത് എ ബി സി എന്ന ഈ ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഇൻ സർക്കിൾ ആണ് ഇത്. ഈ ഇൻ സർക്കിളിന്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ ഈക്വൽ ടു എ ബൈ പി ബൈ 2. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആണ്, പി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ആണ്. അഥവാ എ എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ പരപ്പളവും പി എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ചുറ്റളവുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക? ആർ ഈക്വൽ ടു ഇക്വേഷൻ ആദ്യം എഴുതാം, എ ബൈ പി ബൈ 2. ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, 48. ഇനി പെരിമീറ്ററും നമുക്കറിയാം എത്രയാണ്? 32 ഹരിക്കണം 2 ഈക്വൽ ടു 48 ഹരിക്കണം 32ന്റെ പകുതി എത്രയാണ് വരിക? 16. ഇനി 48 ഹരിക്കണം 16 എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഈ എ ബി സി എന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണത്തിന്റെ ഇൻ സർക്കിൾ അഥവാ അന്തർവൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2020 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്